മക്കബായരുടെ പുസ്തകം 12-ാം അധ്യായം. സ്പാർത്തയുമായി സഖ്യം. സമയം അനുകൂലമാണെന്ന് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു. അവർ റോമായിലെത്തി അവിടെ ജനപ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു: പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദ ജനതയ്ക്കും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സൗഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതമായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥാൻ സ്പാർത്തയിലേക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത്. മഹാപുരോഹിതനായ ജോനാഥാനും രാജ്യത്തിലെ പ്രതിനിധികളും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തയിലെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് യുക്തമാക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഒനാസ്യൂസിന് മുമ്പ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ. ഒനാസ്യൂസ് ദൂതന്മാർ യാതൊരുവും സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകർന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് അയക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിരിക്കുകയാൽ നാം തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനയിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വരികയും ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളുടെയോ സുഹൃത്തുക്കളുടെയോ ഈ യുദ്ധത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിൻ്റെ മകൻ റുമീനിയൂസിൻ്റെയും യോസിൻ്റെ മകൻ അന്തിപ്പാസിൻ്റെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിന് നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നതും സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇനി മറുപടി തരുവിൻ. ഒനീത്തായി അയച്ച കത്തിൻ്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തയിലെ രാജാവായ ആരിയൂസ് മഹാപുരോഹിതനായ ഒനാസ്യൂസ് മംഗളം നേരുന്നു. സ്പാർത്തക്കാരും യഹൂദരുടെ സഹോദരരും അബ്രാഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്ന് രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങളുടേതും നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദെമാത്രിയൂസിനെ എതിരെ യുദ്ധം. ദെമാത്രിയൂസിൻ്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തങ്ങൾക്കെതിരെ വീണ്ടും പാളയത്തിന് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് വെച്ച് അവർ അവനുമായി ഏറ്റുമുട്ടി. തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ പാളയത്തിലേക്ക് പൗരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങിയിരിക്കുകയാണെന്ന് അവർക്ക് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി. ആയുധമേന്തി ജാഗ്രതയോടെ നിൽക്കുവാൻ ജോനാഥാൻ തൻ്റെ സൈനികരോട് ആജ്ഞാപിക്കുന്നതും പാളയത്തിന് ചുറ്റും ഉപരക്ഷാ സേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജമാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യവുമായി. പാളയത്തിൽ അവർക്ക് വിളക്ക് കൊളുത്തിയിട്ടിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുകയാൽ ജോനാഥാനും സൈന്യവും
നേരം പുലരുന്നവർ ഈ കാര്യം അറിഞ്ഞില്ല. യോനാഥാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലിയൂസിന് കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. യോനാഥാൻ സെബദിയിൽ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലേക്ക് വരികയും ആ പ്രദേശത്തൂടെ മുന്നേറുകയും ചെയ്തു. ശിമിയോൻ അസ്കലോനും അതിനു ചുറ്റുമുള്ള ശക്തി കേന്ദ്രങ്ങളും രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ദമാത്രിയൂസ് അഴിച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവൻ കേട്ടിരുന്നു. അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. യെരൂശലേം സുരക്ഷിതമാക്കുന്നു. യോനാഥാൻ തിരിച്ചു വന്ന ജനസഞ്ചയത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. യെരൂശലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിൻ്റെ ക്രയവിക്രയം നടത്തത്തക്കവണ്ണം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ച് അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒരുമിച്ചുകൂടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കാഥേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ശിമിയോൻ ഷേഫാലിനെ ആദീത നിർമ്മിച്ച് ഓടാമ്പലുള്ള വാതിലുകൾ കൊണ്ട് അതിനെ സുരക്ഷിതമാക്കി. യോനാഥാൻ ശത്രുകരങ്ങളിൽ ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫ ശ്രമിച്ചു. യോനാഥാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവർ ഭയപ്പെട്ടു. തന്മൂലം യോനാഥാനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേർഷായിലെത്തി. സമർത്ഥമായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ യോനാഥാൻ ബേർഷായിലെത്തി. വലിയൊരു സൈന്യവുമായിട്ടാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്തുവാൻ ഭയപ്പെട്ടു. ട്രിഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്തുവാൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ യോനാഥാനോട് പറഞ്ഞു, നാം യുദ്ധത്തിൽ ഇല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോൾമിയിലേക്ക് വരിക. ഞാൻ ഇത്രയും അതും ശക്തിദുർഗങ്ങളിൽ ശേഷിക്കുന്ന സൈന്യത്തെ ഉദ്യോഗസ്ഥന്മാരെ നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. യോനാഥാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവൻ യൂദായിലേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊപ്പം നിർത്തി. അതിൽ 2000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1000 പേർ അവനെ അനുഗമിച്ചു. യോനാഥാൻ ടൊളോമയിൽ വന്നയുടനെ അവിടുന്ന് കവാടങ്ങളടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവൻ വാളിനിരയാക്കി. യോനാഥാൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമുദ്രത്തേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെ അയച്ചു. യോനാഥാൻ പിടിക്കപ്പെട്ടുവനും അവനോടൊപ്പം ഉണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കി അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങൾ മുന്നേറി. അവൻ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതമായി യൂദായിലേക്ക് പോയി. യോനാഥാനെ അവനോടുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേൽ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്താൽ മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.